സാൽവെഡ്ജ് എന്താണെന്ന് പറയാം. ഇതാണ് സാൽവെഡ്ജ്. സാൽവെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതിന് ചില സ്ഥലങ്ങളിൽ തേര്, കര എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതുപോലെയുള്ള മെയിൻ ഫാബ്രിക്കിൻ്റെ എഡ്ജിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇപ്പോൾ ഇതാണ് ആ ഒരു ഫാബ്രിക്കെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കാണാം, ഇതാണ് സാൽവെഡ്ജ്. ഇത് നമുക്ക് ഈ ഒരു കര യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫാബ്രിക്കിൻ്റെ ഗ്രെയിനൊക്കെ ചെക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് അവിടെ തന്നെ വെച്ചേക്കരുത്. എന്തായാലും നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് ഈ ഒരു 2 കരകളും 2 സൈഡിലും ഉണ്ടാവും. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഗ്രെയിൻ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊരു പെർഫെക്ഷൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രെയിന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 1/2 ഇഞ്ചെങ്കിലും വിഡ്ത്തോ ലെങ്ത്തോ കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പം സാൽവെഡ്ജിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. സാൽവെഡ്ജ് എന്നുള്ളത് ഒരു ഫാഷൻ ടേമാണ് കേട്ടോ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ജസ്റ്റ് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ.